തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള പൾസർ ബൈക്കിലെത്തിയ സുനിയും കൂട്ടാളി വിജേഷും എറണാകുളം ജില്ലാ കോടതിക്ക് തൊട്ടുപിന്നിലുള്ള ശിവക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ഹെൽമറ്റ് വെച്ച് അഭിഭാഷകരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വെളുത്ത ഷർട്ട് ധരിച്ചാണ് പൾസർ സുനി മതിൽ ചാടിക്കടന്ന് കോടതി മുറിയിലേക്ക് കയറിയത്. കോടതി മുറിയിലെ പ്രതിക്കൂട്ടിന് സമീപം നിന്ന ഇരുവരെയും ചില അഭിഭാഷകരാണ് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞത്. പ്രതികൾ കോടതിയിലെത്തിയ വിവരമറിഞ്ഞ് മാതൃഭൂമി ന്യൂസ് സംഘവും കോടതിയിലേക്കെത്തി. വിവരമറിഞ്ഞ് പുറത്തുണ്ടായിരുന്ന മഫ്തി പോലീസ് കോടതി മുറിയിലേക്ക് ഇരച്ചു കയറി. തൊട്ടു പിന്നാലെ CI അനന്തലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കീഴടങ്ങാനെത്തിയ പ്രതികളെ പിടികൂടാൻ കഴിയില്ലെന്ന് അഭിഭാഷകരും വ്യക്തമാക്കിയതോടെ കോടതി മുറി സംഘർഷഭരിതമായി. ചില അഭിഭാഷകർ കോടതിയുടെ വാതിലടച്ചെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് ഇരുവരെയും പുറത്തേക്കിറക്കി. പൾസർ സുനിയെ ജീപ്പിൽ കയറ്റുന്നത് കണ്ട് വിജേഷ് കുതിറിയോടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ആ നീക്കവും പരാജയപ്പെടുത്തി. അങ്ങനെ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും പൈശാചികമായ കുറ്റകൃത്യം ചെയ്ത പ്രതികൾ 10 നിമിഷത്തിനുള്ളിൽ പോലീസ് വലയിലായി. നാടകീയ രംഗങ്ങൾ കണ്ട് അമ്പരന്ന് നിന്ന അഭിഭാഷകർക്കിടയിലൂടെ ഇരു പ്രതികളെയും കയറ്റിയ പോലീസ് വാഹനം ആലുവ പോലീസ് ക്ലബിലേക്ക് കുതിച്ചു. എല്ലാത്തിനും സാക്ഷിയായി മാതൃഭൂമി ന്യൂസ് സംഘവും. റിപ്പോർട്ടർമാരായ പ്രദീപ് ജോസഫിനും റിയ ബേബിക്കും ക്യാമറാമാൻ ജോയി സിയാറിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.